ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായിട്ട് ഒരു മിനി ക്രിബ് ഉണ്ടാക്കിയാലോ. വളരെ സിമ്പിളായിട്ടാണ് നമ്മളിതിൽ ചെയ്യുന്നത്. കുറച്ച് കാർഡ്ബോർഡിൻ്റെ പീസസ് മാത്രം മതി കേട്ടോ ഈ ഒരു പുൽക്കൂട് ഉണ്ടാക്കാനായിട്ട്. പുൽക്കൂടിലെ രൂപങ്ങൾ നമ്മളൊരു ഫോട്ടോ കളർ പ്രിൻ്റ് എടുത്തിട്ട് അതേ സൈസിൽ തന്നെ അതൊന്ന് കട്ട് ചെയ്തെടുത്ത് ടൂത്ത് പിക്ക് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി ഇത് എങ്ങനെയാണ് ചെയ്യാൻ നോക്കിയാലോ. അതിനായിട്ട് കാർഡ്ബോർഡിൻ്റെ ഒരു പീസ് എടുക്കുക. എന്നിട്ട് ഇതിൽ കാണുന്നത് പോലെ ഇങ്ങനെ വരച്ചു കൊടുക്കുക. ഓരോന്നും ഏതൊക്കെ അളവിലാണെന്ന് ഞാനിതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അളവുകൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാലോ ഒന്നും കുഴപ്പമില്ല കേട്ടോ. ഇനി പുൽക്കൂടിൻ്റെ ഫ്രണ്ടിലുള്ള ഫ്രെയിം സെറ്റ് ചെയ്യുന്നതിനായിട്ട് ഇപ്പോൾ നമ്മൾ വരച്ച ഇതേ ഷേപ്പിൽ തന്നെയാണ് ഫ്രെയിം ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് കുറച്ച് കാർഡ്ബോർഡിൻ്റെ പീസസ് കട്ട് ചെയ്തെടുക്കുക. 1 സെൻറ്റിമീറ്റർ വിഡ്ത്തിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ലെങ്ത്ത് ഇതിൽ ഇതിൽ മെൻഷൻ ചെയ്തിട്ടുള്ള അതേ ലെങ്ത്തിൽ തന്നെയാണ് എടുക്കേണ്ടത്. നമ്മളിത് വെക്കുന്നതിനോടൊപ്പം തന്നെ എല്ലാ കാർഡ്ബോർഡിൻ്റെ പീസസും സൈഡുകൾ ഗമ്മ് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചെടുക്കണം കേട്ടോ. അങ്ങനെ ഒട്ടിക്കുന്ന സമയത്ത് നമ്മുടെ ബാക്കിലുള്ള കാർഡ്ബോർഡിലേക്ക് ഒട്ടിപ്പോവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പെട്ടെന്ന് ചെയ്തെടുക്കുന്നതിനായിട്ട് നമ്മളിവിടെ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഗ്ലൂ ഗണ്ണ് ഇല്ലാത്തവരുണ്ടെങ്കിൽ കാർഡ്ബോർഡിൻ്റെ പീസസ് അല്ലേ നമുക്ക് ഫെവിക്കോൾ വെച്ചിട്ടും ഒട്ടിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ ഫ്രെയിം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി പുൽക്കൂടിൻ്റെ വോള് നമ്മൾ കട്ടകൾ വെക്കുന്നത് പോലെയാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് കാർഡ്ബോർഡിൻ്റെ പീസ് എടുക്കുക. എന്നിട്ട് ആ മുകളിലുള്ള പേപ്പർ മാറ്റി കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു രീതിയിലായിരിക്കും കിട്ടുക. ഇനി ഇത് ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്ത ചെറിയ ചെറിയ കാർഡ്ബോർഡിൻ്റെ പീസസ് നമുക്ക് ആദ്യത്തെ ആ വലിയ പീസിലേക്ക് ഒട്ടിച്ചെടുക്കണം. അതിനായിട്ട് നമ്മളിവിടെ ഫെവിക്കോളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. വിൻഡോയുടെ ഭാഗം ഒഴിച്ച് ബാക്കി എല്ലാ ഭാഗത്തും ഫെവിക്കോൾ ആക്കി കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്ത കാർഡ്ബോർഡിൻ്റെ പീസസ് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് സൈഡിലെ വോൾസ് കൂടി ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് 2 കാർഡ്ബോർഡിൻ്റെ പീസസ് എടുക്കുക. അളവ് ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതേ അളവിൽ തന്നെ എടുക്കുക. ഇനി അതിന് മുകളിലായിട്ടും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കാർഡ്ബോർഡിൻ്റെ ചെറിയ പീസസ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇനി ആ വലിയ കാർഡ്ബോർഡ് പീസിൽ നിന്ന് വിൻഡോയുടെ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം. ഐസ്ക്രീം സ്റ്റിക്ക് വെച്ചിട്ടാണ് കേട്ടോ വിൻഡോയുടെ ബോർഡറുകളെല്ലാം നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള അളവിൽ ഐസ്ക്രീം സ്റ്റിക്ക് കട്ട് ചെയ്തെടുത്തിട്ട് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടാണ് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. ഫെവിക്കോൾ വെച്ചിട്ട് നമുക്കിത് ഒട്ടിച്ചെടുക്കാനായിട്ട് പറ്റും. 4 സൈഡുകളും ഒട്ടിച്ചെടുത്തതിന് ശേഷം വിൻഡോയ്ക്കുള്ളിലെ അഴികൾ സെറ്റ് ചെയ്യുന്നതിനായിട്ട് കാർഡ്ബോർഡിൻ്റെ പീസസ് മറിച്ച് വയ്ക്കാം. നമ്മൾ ബാക്ക് സൈഡിലാണ് അഴികൾ ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇതിൽ നമുക്ക് 4 ഐസ്ക്രീം സ്റ്റിക്കാണ് വേണ്ടത്. 3 ഐസ്ക്രീം സ്റ്റിക്ക് വെർട്ടിക്കലായിട്ടും ബാക്കിയുള്ള ഒരു ഐസ്ക്രീം സ്റ്റിക്ക് ഹൊറിസോണ്ടലായിട്ടും ഒട്ടിച്ചെടുക്കാം. ഇനി നമുക്ക് പുൽക്കൂടിൻ്റെ വോൾസ് എല്ലാം ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കണം. 3 കളേഴ്സ് മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ ഈ കളർ ചെയ്തെടുത്തിട്ടുള്ളത്. ഓറഞ്ചും യെല്ലോയും വൈറ്റും കളറ് മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു കളറ് നമ്മൾ ആക്കിയെടുത്തിട്ടുള്ളത്. കളേഴ്സ് മിക്സ് ചെയ്യുന്ന സമയത്ത് കുറച്ച് വാട്ടർ കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. വിൻഡോ ഇപ്പോൾ പെയിൻറ്റ് ചെയ്യേണ്ട, അത് നമുക്ക് ലാസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ വോൾസ് മാത്രം സെയിം കളറിൽ പെയിൻറ്റ് ചെയ്തെടുക്കാം. ഇനി വീണ്ടും ഒരു കാർഡ്ബോർഡിൻ്റെ പീസ് എടുക്കുക. അതിൻ്റെയും അളവ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിൻ്റെ സൈഡിലായിട്ട് നമ്മുടെ വലിയ കാർഡ്ബോർഡിൻ്റെ പീസ് ഒട്ടിച്ചു കൊടുക്കാം. ഗ്ലൂഗണ്ണോ ഫെവിക്കോളോ എന്ത് വെച്ചിട്ട് ഒട്ടിച്ചാലും നമ്മൾ കുറച്ച് നേരം എന്തെങ്കിലും ബാക്കിൽ വെച്ചിട്ടൊന്ന് ബാലൻസ് ചെയ്യണം. അപ്പോഴായിരിക്കും നമുക്ക് കറക്റ്റ് സ്റ്റേണായിട്ട് അത് നിൽക്കുക. ഈ ഫ്രണ്ടിലേക്ക് നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ഫ്രെയിം ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം 2 സൈഡിലുമായിട്ടുള്ള വോൾസ് വെച്ച് കൊടുക്കാം. ഇനി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുറച്ചധികം കാർഡ്ബോർഡിൻ്റെ പീസസ് കട്ട് ചെയ്തെടുക്കണം. 1 സെൻറ്റിമീറ്റർ വിഡ്ത്തിലും ലെങ്ത്ത് നമുക്ക് ആവശ്യമുള്ള ലെങ്ത്തിലുമാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഫസ്റ്റത്തെ കാർഡ്ബോർഡിൻ്റെ പീസ് ഫ്രണ്ടിലെ ഫ്രെയിമിൻ്റെയും ബാക്കിൻ്റെ വോളിൻ്റെയും ഏറ്റവും സെൻറ്ററിൽ ടോപ്പിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം.
രണ്ടാമത്തെ കാർഡ്ബോർഡിൻ്റെ പീസ് വോൾസിൻ്റെ 2 സൈഡിലായിട്ടാണ് ഒട്ടിച്ചെടുക്കേണ്ടത്. നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്ന സമയത്ത് സൈഡിൽ സെൻറ്ററിലായിട്ട് ഇതേപോലെ കുറച്ച് ഹോൾസ് വരും. അത് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കരുത്. എയർ ഹോളായിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ലൈറ്റൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ഇങ്ങനെ വെക്കുമ്പോൾ കാണാനായിട്ട്. ഇനി നമുക്ക് റൂഫ് സെറ്റ് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് വീണ്ടും കുറച്ച് കാർഡ്ബോർഡിൻ്റെ പീസസ് എടുക്കുക. 3 പീസസ് എടുക്കുക. അളവ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതേ അളവിലെടുത്തിട്ട് ഗമ്മ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇനി അതിൻ്റെയും ബോർഡറുകളിൽ എല്ലാ സൈഡിലുമായിട്ടും കാർഡ്ബോർഡിൻ്റെ പീസസ് അതേ ലെങ്ത്തിലും 1 സെൻറ്റിമീറ്റർ വിഡ്ത്തിലും കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയായിരിക്കും കേട്ടോ നമ്മുടെ പുൽക്കൂടിൻ്റെ ഔട്ടർ സ്ട്രക്ചർ ഉണ്ടായിരിക്കുക. ഇനി നമുക്ക് വിൻഡോയും ആ ഫ്രണ്ടിലെ ഫ്രെയിമും എല്ലാം ഒന്ന് കളർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ഉണ്ടാക്കിയെടുത്ത ഷെയ്ഡിലേക്ക് കുറച്ചധികം വെള്ളം ആഡ് ചെയ്ത് ഒന്ന് ലൈറ്റ് ഷെയ്ഡാക്കി എടുക്കുക. എന്നിട്ട് അത് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി കുറച്ച് കാർഡ്ബോർഡ് പീസസ് കൂടി കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് റൂഫിൻ്റെ അടുത്ത സൈഡ് കൂടി അടുത്ത ബോർഡർ കൂടിയിട്ട് ഒട്ടിച്ചെടുക്കാം. ഒരു ബോർഡർ മാത്രമായിരുന്നു നമ്മൾ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് പുൽക്കൂടിലേക്കുള്ള ഓല മേഞ്ഞെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ബ്രൗൺ കളറിലുള്ള ഹണിക്കോമ്പ് പാക്കേജിങ് പേപ്പറാണ് എടുത്തിട്ടുള്ളത്. അത് ചെറിയ പീസസായി കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇത് നമ്മൾ ഇതിനായിട്ട് വാങ്ങിയതല്ല കേട്ടോ. ഓൺലൈനിൽ നിന്ന് എന്തോ ഓർഡർ ചെയ്തപ്പോൾ അതിലുണ്ടായിരുന്നതാണ്. അപ്പോൾ ഇതില്ലാത്തവരുണ്ടെങ്കിൽ സാധാ കാർഡ്ബോർഡിൻ്റെ ഒരു പീസ് എടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ആ പേപ്പർ ചെറിയ പീസസായിട്ട് കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചെടുത്താലും മതി. അതും അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുമ്പോൾ ബ്രൗൺ കളറിലുള്ള പാക്കേജിങ് പേപ്പർ കവർ കിട്ടുമല്ലോ, അതും ചെറിയ പീസസായിട്ട് കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുത്താലും മതി. എല്ലാ സൈഡുകളിലും ഗ്ലൂ ഗണ്ണാക്കിയിട്ട് അതിന് മുകളിലേക്കായിട്ട് ചെറിയ പീസസായി കട്ട് ചെയ്തിട്ടുള്ള ഈ പേപ്പേഴ്സ് വെച്ച് കൊടുക്കാം. ഇനി അത് കുറച്ചും കൂടി ഒന്ന് സെക്യൂറായിട്ടും നീറ്റായിട്ടും ഇരിക്കുന്നതിനായിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ബാംബൂ സ്റ്റിക്ക് വെച്ചിട്ടും കൂടി ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലും നമുക്ക് ബാംബൂ സ്റ്റിക്ക് തന്നെ വേണമെന്നില്ല. കുറച്ച് നീറ്റായിട്ടുള്ള ഏത് സ്റ്റിക്ക് വേണമെങ്കിലും നമുക്ക് ഇതേ രീതിയിൽ തന്നെ ഒട്ടിച്ചു കൊടുക്കാം. പുൽക്കൂടിൻ്റെ ഉള്ളിലും കാർഡ്ബോർഡിൻ്റെ ചെറിയ പീസസ് വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് പുൽക്കൂടിനുള്ളിലേക്ക് വെക്കാനുള്ള രൂപങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ടൊരു ഫോട്ടോ കളർ പ്രിൻ്റ് എടുത്തേക്കാണ് കേട്ടോ. അതിനുശേഷം അതേ ഷേപ്പിൽ തന്നെ അതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനി ടൂത്ത് പിക്കും സെല്ലോ ടേപ്പും വെച്ചിട്ട് അത് ഒട്ടിച്ചെടുക്കാം. ഈ ഒരു രീതിയിലായിരിക്കും കേട്ടോ നമുക്ക് കിട്ടുക. അപ്പോൾ കട്ട് ചെയ്തെടുത്ത എല്ലാ ഫോട്ടോസും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. അടുത്തതായിട്ട് നമുക്ക് ഉണ്ണീശോയ്ക്കുള്ള മെത്ത ചെയ്തെടുക്കണം. അതിനായിട്ട് നമ്മളിവിടെ സോപ്പിൻ്റെ ഒരു ബോക്സാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ മുകളിലെ ഏതെങ്കിലും ഒരു സൈഡ് മാത്രം കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതേപോലെ ആരും കട്ട് ചെയ്യരുത്. ഞാൻ കട്ട് ചെയ്തത് കുറച്ച് തെറ്റിപ്പോയതാണ്. ഈ ഒരു രീതിയിലാണ് ശരിക്കും നമുക്ക് വേണ്ടത്. ഞാൻ കട്ട് ചെയ്തപ്പോൾ സൈഡ് പോർഷൻ കട്ട് ചെയ്ത് പോയതുകൊണ്ട് പിന്നീട് അത് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ കട്ട് ചെയ്യുന്ന സമയത്ത് മുകളിലെ ആ പോർഷൻ മാത്രം കട്ട് ചെയ്യുക. ഇനി ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ ഒരു വെള്ള തുണിയോ വെച്ചിട്ട് നമ്മൾ ഈ സോപ്പ് ബോക്സ് മൊത്തമായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. ശേഷം ഇതിനുള്ളിലും കാർഡ്ബോർഡ് പേപ്പറിൻ്റെ പീസസ് വെച്ചിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് പുൽക്കൂടിനുള്ളിലേക്ക് ആദ്യം വെട്ട് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഓരോ രൂപങ്ങളായിട്ട് വെച്ച് കൊടുക്കാം. ടൂത്ത് പിക്ക് ആവശ്യമുള്ള ലെങ്ത്തിൽ കട്ട് ചെയ്ത് താഴെ ഗ്ലൂ ഗൺ ആക്കിയിട്ട് ഓരോ രൂപങ്ങളും അതാത് സ്ഥലത്ത് വെച്ച് കൊടുക്കാം. ഇതിനേക്കാൾ ഈസി ആയിട്ട് തെർമോക്കോൾ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. താഴെ തെർമോക്കോൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ടൂത്ത് പിക്ക് കട്ട് ചെയ്യാതെ തന്നെ കറക്റ്റായിട്ട് ബാലൻസ് ആയിട്ട് അതിരുന്നോളും. തെർമോക്കോൾ പീസസ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ ഒരു രീതിയിൽ ചെയ്തിട്ടുള്ളത്. എല്ലാ രൂപങ്ങളും വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഉണ്ണീശോനെ വെക്കാം. അതിനായിട്ട് ബെഡിൻ്റെ സെൻറ്ററിൽ ഡബിൾ സൈഡ് ടേപ്പ് വെച്ച് കൊടുക്കാം. അതിന് മുകളിലേക്കായിട്ട് ഉണ്ണീശോനെ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പുൽക്കൂട് സെറ്റ് ആയിട്ടുണ്ട്. ഇതിലിനി ലൈറ്റൊക്കെ വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് എടുക്കാം കേട്ടോ. ശരിക്കും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു മിനി ക്രിബാണിത്. അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കുക. ഇതിൽ നമുക്ക് ആകെ ആ കളർ പ്രിൻ്റ് എടുത്തതിൻ്റെ പൈസ മാത്രമാണ് ചിലവുള്ളൂ. ബാക്കിയെല്ലാം നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്.
അപ്പോൾ നമ്മുടെ മിനി ക്രിബ് മേക്കിംഗ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.